താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അൽഫോൻസാമ്മയുടെ ദിനം ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, അവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഛത്തീസ്ഗഡ് ഹിന്ദുരാഷ്ട്ര അധിവേശൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നടന്നിട്ടുണ്ട്. ആ കൂട്ടായ്മ തീരുമാനം എടുത്തിട്ടുണ്ട്, മതപരിവർത്തനം, ഗോവധം, നുഴഞ്ഞുകയറ്റം അതിനൊക്കെ എതിരെ ആ സംസ്ഥാനം നിലപാടെടുക്കണം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അജണ്ടയിലേക്ക് എന്നതുപോലെ വന്നു കയറുന്ന ഒരു സംഭവമായി കൂടി ഇത് മാറുന്നുണ്ട്. എന്താണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്, എന്താണ് പുതിയ നിഗമനങ്ങൾ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഭരണഘടന പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ, ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പോൾ താങ്കൾ ഇത് ചോദിച്ചാൽ BJP ഡിസോൺ ചെയ്യും. ഞങ്ങളല്ല ഇത് ചെയ്തത്, ഞങ്ങളല്ല ഇത് ചെയ്തത്. ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്നതിലെ പ്രതിയായ ആളിനെ തന്നെ നമ്മുടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ആശ്ലേഷിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ച് അങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയുടെ ഫെഡറൽ നിയമ സംവിധാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയുടെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടർച്ച പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്, കേരളം ഉൾപ്പെടെ ഇങ്ങോട്ടേക്കല്ല. ഇതൊക്കെ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെന്ന് പറയുമ്പോൾ ഈ ഞങ്ങളെ എതിർക്കുന്നവരെ, ഞങ്ങളെ വിമർശിക്കുന്നവരെ, ഞങ്ങളെ ഈ പൊളിച്ചു കാണിക്കുന്നവരെ ഞങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത്. ധബോൾക്കറെ ഓർമ്മയുണ്ടല്ലോ, കലബുർഗിയെ ഓർമ്മയുണ്ടല്ലോ, ഗൗരി ലങ്കേഷിനെ ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെയെല്ലാം നടന്നു എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കാര്യത്തിൽ, സഖാവ് സുഭാഷിണി അലി എന്നൊരു സ്ത്രീ CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഇല്ലായിരുന്നുവെങ്കിൽ, ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പുത്രി അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ, മാം ബിൽക്കിസ് ബാനു എന്ന ധൈര്യപൂർവ്വം ഇങ്ങനെ ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ, ഒരു ഇരയുടെ പേര് പോലും പറയാൻ പാടില്ല എന്നതാണ് നിയമമെങ്കിലും ആ സ്ത്രീ തന്നെ പറയുകയാണ് 14 കൊല്ലക്കാലം നീണ്ടുനിന്ന നിയമയുദ്ധം. എന്നിട്ട് തൻ്റെ കുടുംബാംഗങ്ങളെ കൊല ചെയ്ത, തന്നെ കൂട്ടബലാത്സംഗം ചെയ്തവരെ ചൂണ്ടിക്കാട്ടി നീ 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 അങ്ങനെ ആ ചൂണ്ടിക്കാട്ടിയവർ, കുറ്റവിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവർ, തെളിവുകൾ സഹിതം അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരെ അവരെ മോചിപ്പിക്കാനായി, അവരെ പുറത്തിറക്കാനായി ഒരു സർക്കാർ തന്നെ, BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ കള്ളം പറയുക. പുറത്തിറങ്ങിയ ആളുകളെ പൂമാലയിട്ട് സ്വീകരിച്ച് പരവതാനി വെച്ച് വിരിച്ച് പൊതുയോഗങ്ങളിൽ കൊണ്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചന്ദ്രശേഖരൻ അത് മാത്രമല്ല, ഇവർ ജാതിയിൽ ഉന്നതരാണ്, ഉന്നത കുലജാതരാണ്, അതുകൊണ്ട് ഇവരാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള നിലയിലേക്ക് ഇവിടെ ഇപ്പോൾ ഇതെല്ലാം നടന്നത്. ഞാൻ ഈ ജനാധിപത്യത്തിൻ്റെ ധ്വംസനത്തെക്കുറിച്ച് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പാർലമെൻറ്റിൻ്റെ കാര്യമാണല്ലോ നമ്മുടെ ചങ്ങാതി നന്ദോടൊക്കെ ഇവിടെ പറഞ്ഞത്. ഞാൻ എന്തായാലും ഒരു 3 തവണ പാർലമെൻറ്റ് അംഗമായിരുന്ന ഒരാൾ, ഏതാണ്ട് ഒരു 11.5 വർഷക്കാലം അങ്ങനെ, ഞാൻ 11ാം ലോക്സഭയിൽ, 15ാം ലോക്സഭയിൽ, 16ാം ലോക്സഭയിൽ. ഇന്ത്യയുടെ ഭരണഘടനയിലെ അനുച്ഛേദം 93, ആർട്ടിക്കിൾ 93 അസന്നിഗ്ധമായി പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് ഈ ഹൗസിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ. ദി ഹൗസ് ഓഫ് ദ പീപ്പിൾ ഷാൽ ആസ് സൂൺ ആസ് മേ ബി ചൂസ് 2 members ഓഫ് ദ ഹൗസ് ടു ബി റെസ്പെക്റ്റീവ്ലി സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ദെയർ ഓഫ്. ആരാ ഇന്ത്യയുടെ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ? ഇപ്പോഴും മാത്രമാണ്? ഇല്ലല്ലോ. കഴിഞ്ഞ ലോക്സഭയിലോ 17ാം ലോക്സഭയിലോ 5 കൊല്ലക്കാലം ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള ആ ചുമതല വഹിക്കാനായി ഒരാളെയും അത്തരത്തിൽ തിരഞ്ഞെടുക്കാനായി കഴിയാത്ത നിലയിലേക്ക്, അതിന് അനുവദിക്കാത്ത നിലയിലേക്കല്ലേ ആ സർക്കാർ പെരുമാറിയത്? ആർക്കാ നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി? ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ എപ്പോഴും ഉള്ളത് പ്രതിപക്ഷത്തിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുക, വിളിച്ചാണ് നൽകുക. അങ്ങനെ പ്രതിപക്ഷത്തൊരു സമവായമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയെ, അല്ലെ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ അവർ നിർദ്ദേശിക്കുന്ന ആളിനെ അത്തരത്തിലാവും. എന്താ ഇപ്പോഴും ഇല്ല? അപ്പോൾ കഴിഞ്ഞ 6 കൊല്ലമായി ഇതിന് ഒരു നാഥനില്ലാതെ ഇങ്ങനെ ഓടിക്കൊള്ളട്ടെ എന്നുള്ളതിലേക്ക് എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഞാൻ നിർത്താം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. കാരണം അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടുകയും ആ മാധ്യമങ്ങളുടെ മുമ്പിൽ തനിക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളതിന് അവരുടെ ചോദ്യങ്ങളെ കേട്ട് അങ്ങനെ അദ്ദേഹത്തിന് അതിനുള്ള സൗമനസ്യം, ഇൻവെർട്ടർ കോമയിൽ എന്നല്ല, അതിനുള്ള ധൈര്യമില്ലാത്തൊരു പ്രധാനമന്ത്രി. 56 ഇഞ്ച് നെഞ്ചുവിരിവ് എന്നുള്ളത് ശരിയാണ്, പക്ഷേ മാധ്യമങ്ങളെ കാണുമ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ജലധാരാപ്രവാഹം ഉണ്ടാവുക, വർക്കല രാധാകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് എങ്കിൽ പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത്, ഇത് ഈ പരീക്ഷയ്ക്ക് പിള്ളേർ ഷെഡ്യൂൾ അനുസരിച്ച് പരീക്ഷ എഴുതുന്നത് പോലെ അല്ല പാർലമെൻ്ററി സംവിധാനം എന്നത്. പരീക്ഷയ്ക്ക് തീരുമാനിക്കും നേരത്തെ തന്നെ, പരീക്ഷയ്ക്ക് അതിൻ്റെ ഓരോ പേപ്പർ ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ആ പരീക്ഷകൾ നടക്കാറുള്ളത്. അതിലൊരു മാറ്റമൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടാവാതെ അങ്ങനെ വരാറില്ല. ഇവിടെ
വളരെ അടിയന്തരമായ വിഷയങ്ങൾ ഉന്നയിക്കാനാണ് പാർലമെൻറ്റ്, ചർച്ച ചെയ്യാനാണ് പാർലമെൻറ്റ്, സംവാദം നടത്താനാണ് പാർലമെൻറ്റ്, അത്തരത്തിലുള്ള സംവാദങ്ങളും വിയോജിപ്പുകൾ രേഖപ്പെടുത്താനാണ് പാർലമെൻറ്റ്. അവിടെയാണ് സമന്വയം പിന്നീട് ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പാർലമെൻ്ററി കാര്യ മന്ത്രിക്കെല്ലാം വലിയ പങ്ക് വഹിക്കാനുണ്ട്. പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി എന്നുള്ളത് ഭരണകക്ഷിയുടേതായ ഒരു കൂലിപ്പടയാളികളുടെ നേതാവായി മാറാനുള്ളതല്ല. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. യെസ്